അങ്ങനെ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ആ വിദൂരതയിലുള്ള ബുർജ് ഖലീഫ നിങ്ങൾ കാണുന്നുണ്ടോ? ലാൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ മരുഭൂമിയൊക്കെ നമ്മൾ കണ്ടുട്ടോ. അങ്ങനെ നമ്മൾ ദുബായിൽ ലാൻഡ് ആയിരിക്കുന്നു ഗൈസ്. ഹബീബി, വെൽക്കം ടു ദുബായ്. ഇവിടെ നമുക്ക് ഒരു 9.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ കിളി പോയ അവസ്ഥയായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ കിളി പോയിരിക്കുക. ഇറങ്ങിയ ഉടനെ തന്നെ എന്റെ കണ്ണു പോയത് അങ്ങ് വിദൂരതയിൽ കിടക്കുന്ന ബുർജ് ഖലീഫയിലും അതുപോലെ തന്നെ ദുബായ് ഫ്രെയിമിലുമാണ്. വീഡിയോസിൽ മാത്രമേ അതൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നേരിട്ട് കാണുന്നു. പോയ കിളിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി. എന്നിട്ട് നേരെ കണക്ഷൻസിലോട്ട് പോയി. ഈ എയർപോർട്ട് നടന്നിട്ടും അങ്ങോട്ട് തീരുന്നുണ്ടായിരുന്നില്ല. ഈ പോണ വഴിയിൽ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ അവരെ വിട്ടത്. അങ്ങനെ പിന്നെ ടെർമിനൽ 3 ഗേറ്റ് ബിൽ തൽക്കാലം കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിദ്രാദേവിക്ക് എന്നോട് എന്തോ പിണക്കമുണ്ട്. എയർപോർട്ടിൽ ഇതുപോലത്തെ റിക്ലൈനർ ചെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചു നേരം അതാത്തിരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ചെറുതായി മയങ്ങി, അത് തന്നെ വലിയ ഭാഗ്യം. ദുബായിലെ മെക്ഡിയും KFC ഒക്കെ സൂപ്പർ ആണെന്ന് കേട്ടിട്ടുണ്ട്. KFC കണ്ടില്ല, സോ മെക്ഡി കയറി ഫുഡും കഴിച്ചു. കൊള്ളാം. എന്തായാലും കാനഡയെക്കാട്ടിലൊക്കെ അടിപൊളിയാണ്. നല്ല ബഹളാണ്. പിന്നെ കുറച്ചു നേരം ഡ്യൂട്ടി ഫ്രീ ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റും അതുപോലെ തന്നെ കുനാഫ ചോക്ലേറ്റും ഒക്കെ. അപ്പോഴേക്കും 5:30 മണിയായി. ഗേറ്റ് നമ്പർ ഒക്കെ സെറ്റായി എന്ന് കണ്ടപ്പോൾ എന്നാ പിന്നെ ബോർഡിങ്ങിന്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബോർഡിങ്ങിന്റെ അവിടേക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്നാൽ പിന്നെ സീറ്റ് പിടിച്ച് അവിടെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ കാത്തിരിപ്പ് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇനിയൊരു 4 മണിക്കൂറിൽ നമ്മൾ നമ്മുടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യും. ബോർഡിംഗ് സമയത്ത് എമിറേറ്റ്സ് നമ്മുടെ ക്യാരി ഓൺ ലഗേജും കൊണ്ടുപോയിട്ട് അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഫ്ലൈറ്റ് നല്ല തിരക്കായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നുമായി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു. ഈ ഒരു ഫുഡിന് വേണ്ടി ഞാൻ ഇച്ചിരി എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് നല്ല മട്ട അരിയും പെപ്പർ ചിക്കനും ഒക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ കോഴ്സ്. പിന്നെ ബാക്കി അല്ലറ ചില്ലറ സാധനങ്ങളും അതൊക്കെ കഴിച്ച് ഒന്നിരുന്നപ്പോഴേക്കും നമ്മൾ ലാൻഡ് ചെയ്യാറായി. ഈ ഒരു ടൈമിൽ ഒരുമാതിരി മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. ഇച്ചിരി കരച്ചിലൊക്കെ വന്നു. രാത്രി ആയതുകൊണ്ട് കൊച്ചിയുടെ ഭംഗി ശരിക്കും അങ്ങ് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ബട്ട് ഐ വാസ് റിയലി ഹാപ്പി ടു സീ വാട്ട് എവർ ഐ കുഡ് ത്രൂ ദ വിൻഡോ. നാട്ടിലെത്തി എന്നൊരു റിയലൈസേഷൻ ഒക്കെ ഇപ്പൊ ചെറുതായി വന്നു തുടങ്ങി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ഇമിഗ്രേഷനിലേക്കാണ്. നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോയി. നൗ ഐ റിയലി കാൺട്ട് വെയിറ്റ് ടു സീ മൈ ഫാമിലി.